ഞാൻ രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയായിരുന്നു. ഫോർമേഷൻ്റെ ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞ് മടത്തി വന്ന് 3 മാസം കറക്റ്റ് 3 മാസം കഴിഞ്ഞ് എൻ്റെ നടുവിനൊരു ഇത് വന്നായിരുന്നു. ഒരു ചെറിയൊരു മെറ്റലിനിട്ട് ഇടിച്ചിട്ട് ഞാൻ അങ്ങ് ഇരുന്ന് പോയായിരുന്നു. അങ്ങനെ ടോട്ടലി കംപ്ലീറ്റ് ആയ കട്ടിലേലായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി ശരിക്കും ഈശോ പഠിപ്പിച്ചു ഒരു രോഗിയുടെ നിസ്സഹായാവസ്ഥ എന്നാണ്. അപ്പോൾ എനിക്ക് എല്ലാ ഹെൽപ്പിനും എന്ത് കാര്യത്തിനും ഹെൽപ്പ് ആവശ്യമായിരുന്നു. ഒരാളുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്തില്ലാത്ത. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഏജ് ഡിഫറൻസ് ഉണ്ട്. അവർ +2 കഴിഞ്ഞ് വന്നതാണ്. ഞാനിങ്ങനെ ഇത് കോഴ്സും കഴിഞ്ഞ് വന്നതാണല്ലോ. അപ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ പോലും എൻ്റെ സ്വന്തം അനിയത്തിമാരെ പോലെ എനിക്ക് വീട്ടിൽ കിട്ടുന്ന അതിൽ കൂടുതൽ തന്നെങ്കിലേ ഉള്ളൂ. സിസ്റ്റർ ആണെങ്കിലും അതുപോലെ കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ ഉടുപ്പിടീലിൻ്റെ ഭാഗമൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണമൊക്കെ വെച്ച് സ്റ്റീറോയിഡ്സ് ഒക്കെ എടുത്ത് ഒരു തരത്തിൽ ഉടുപ്പിടണം എന്നുള്ളൊരു ഇതിൽ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പ്രൊവിൻഷ്യൽ അന്നത്തെ സിസ്റ്റർ സീന മാതാളികുന്നേലായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, കിടന്നിട്ടാണെങ്കിലും വ്രതം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ വ്രതം ചെയ്തോന്ന്. അങ്ങനെ അത്രയും സപ്പോർട്ട് എൻ്റെ സന്യാസ സമൂഹം എനിക്ക് തന്നിട്ടുണ്ട്.